ഈ ട്രംപ് ഭയങ്കരമായ പക ഇന്ത്യയോട് വെച്ച് പുലർത്തുകയാണ്. ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യ ഇപ്പോൾ ചൈനയെ സന്ദർശിക്കാൻ പോകുന്നു, റഷ്യയുമായി അടുത്ത ബന്ധം പാലിക്കുന്നു. ഈ മാസം 31 നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുകയാണ്. അപ്പോൾ തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രിയും അതിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ട നിശ്ചയിക്കുന്നതിന് വേണ്ടി ഉടൻ ഇന്ത്യയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഇന്ത്യ, റഷ്യ, ചൈന എന്നുള്ള ഒരു വൻ ശക്തിയായി മാറുമ്പോൾ ട്രംപ് ആകെ പാനിക്കായ അവസ്ഥയിലാണ്. അദ്ദേഹം വൈറ്റ് ഹൗസിൻ്റെ മുകളിലൊക്കെ കിടന്ന് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യയോട് കാണിക്കുന്ന ഈ ഒരു സമീപനത്തോട് ഏത് തരത്തിൽ ആ സമീപനത്തെ ഏത് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും? യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചേരിചേര നയം അത് നെഹ്റു മുൻകൈയെടുത്ത് ഉണ്ടാക്കിയതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്നും മൂന്നാം ലോക രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കലും മൂന്നാം ലോക രാജ്യങ്ങളെ വളർത്താനോ ആ മൂന്നാം ലോക രാജ്യങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഈ 1990-കൾക്ക് ശേഷം റഷ്യയുടെ തകർച്ചയ്ക്ക്, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക ലോകത്തിൽ പരിപൂർണമായും ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുകയും ലോകം മുഴുവൻ അമേരിക്കയുടെ ഒരു കൺട്രോളിലായെന്ന് വിചാരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ചൈന ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന, എല്ലാ രാജ്യങ്ങൾക്കും സഹായകരമായ രീതിയിലുള്ള നിലപാടെടുത്ത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ 43% വിൽക്കുന്ന നിലയിലേക്ക് ചൈന വളർന്നത്. അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വെറും 9% മാത്രമാണ് ലോകത്തുള്ളതെന്നുള്ളതായി. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഈ ഗാട്ട് കരാറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇന്ത്യയിലേക്ക്, ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. മാത്രമല്ല നമ്മുടെ ചെറുകിട വ്യാപാര മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടേക്കൊക്കെ കോർപ്പറേറ്റുകളെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുമായിട്ട്, ഒരു സർക്കാരല്ല, കോൺഗ്രസ് സർക്കാരും അത് തന്നെയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല മാർക്കറ്റ് ചൈനയും ഇന്ത്യയാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകളുള്ള മാർക്കറ്റ്. ആ മാർക്കറ്റ് പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന രീതിയിലും IMFൻ്റെയും ലോകബാങ്കിൻ്റെയും നമ്മൾക്ക് തരുന്ന ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ നമ്മളെ കടക്കണിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചേരിചേര നയത്തിൽ നിന്ന് പിന്മാറുകയും അമേരിക്കയോട് കൂടുതൽ അടുക്കുകയും, ഒബാമയായിട്ടാണെങ്കിലും ക്ലിൻ്റനായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നേരത്തെ ട്രംപായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് കൂടുതൽ നല്ല സമീപനം അമേരിക്കയോട് എടുക്കുകയും പാലസ്തീനെ അടക്കം തള്ളി, നേരത്തെ നമ്മൾ പാലസ്തീൻ്റെ പക്ഷം പിടിച്ചിരുന്ന ആളാണ്, ഇസ്രായേലിനെ കൂടുതൽ സഹായിക്കുകയും അല്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്നൊരു നയമായിരുന്നു. അത് യഥാർത്ഥത്തിൽ സ്വദേശി പറയുന്ന BJPയുടെ ഒരു വിഭാഗമുണ്ട്. അവർ ഒരു BJPയുടെ ഒരു രണ്ട് മുഖമാണത്. BJP ശരിക്കും സാമ്രാജ്യത്തിന് അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ അപ്പോഴും സ്വദേശി പറയുന്ന ആളുകൾ ഇതിനെതിരായിട്ട് നിന്നിരുന്നതാണ്. ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമുണ്ടാക്കി, കാശ്മീർ തീവ്രവാദികളുടെ വിഷയമുണ്ടാക്കി, ട്രംപാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് എന്നുള്ള കാര്യം ഇപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ട്രംപ് എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്, ഞാൻ ഇടപെട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്, ഞാൻ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് എന്നുള്ള നിലയിലേക്ക് വരികയും ഇതിൻ്റെ ഇടയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്ന വ്യാപാര കരാറിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷങ്ങളുടെയും ഈ യുദ്ധവുമായി, സിന്ദൂർ എന്ന ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപാണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ചോദ്യം രാജ്യം മുഴുവൻ ഉന്നയിക്കപ്പെട്ടത്. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വെട്ടിലായ പോലെ അവർക്ക് മറുപടി പറയാനില്ലാത്ത രീതിയിൽ ഭ്രാന്തനായിട്ടുള്ള ട്രംപ് ഞാനാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, മാത്രമല്ല ട്രംപിനെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ട്രംപിനെതിരായിട്ട് വന്ന അമേരിക്കൻ കോടതിയിലെ വിധിക്കെതിരായിട്ട് ട്രംപ് അപ്പീൽ കൊടുത്ത സമയത്ത് ട്രംപ് പറഞ്ഞ കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പരിഹാരം തേടി ഞാൻ പോയതാണ്, എൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അതുകൊണ്ട് മാപ്പാക്കണം എന്ന നിലയിലാണ്. അതൊരു രേഖയായിട്ട് തന്നെ ഇന്റർനാഷണൽ ഒരു ഹിസ്റ്ററി ആയിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ആ വ്യാപാര കരാറിൽ ഒപ്പിടാൻ പറ്റാത്തൊരവസ്ഥയായി. മാത്രമല്ല കർഷകർ ഈ എന്ത് ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത്? ഈ രാജ്യത്തെ ഇത് അമേരിക്കയിൽ 100% സബ്സിഡി കൊടുത്തിട്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അമേരിക്കയ്ക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് അത് ഇവിടെ വിൽക്കാനായിട്ട് സാധിക്കുകയും, ഇപ്പോൾ MSP വേണമെന്നും പറഞ്ഞുകൊണ്ട് കർഷകർ വലിയ സമരങ്ങൾ നടത്തിയതാണല്ലോ.
അവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകൾ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭയങ്കര ആശങ്ക ഇന്ത്യയിലെ വൻകിട കർഷകർക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുക. ആ വൻകിട കർഷകരുടെ നേതൃത്വത്തിലാണ് അതിശക്തമായിട്ടുള്ള സമരം നമ്മുടെ ഇന്ത്യയിൽ ഈ സർക്കാരിനെതിരെ നടത്തിയത്. ഇപ്പോൾ വീണ്ടും കർഷകർ ആ സമരം പ്രഖ്യാപിച്ചിരിക്കുക. ഇത് വലിയ പ്രതിസന്ധി BJPക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ജനങ്ങളും കർഷകരും മനസ്സിലാക്കി കഴിഞ്ഞു, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ ഇറക്കുമതി ചുങ്കമില്ലാതെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചാൽ അത് കാർഷിക മേഖലയും നമ്മുടെ വ്യാവസായിക മേഖലയും വലിയ രീതിയിൽ തകർക്കും എന്നുള്ള കാര്യം മനസ്സിലായി. മികച്ച പിന്തുണയുമായി ചൈന രംഗത്തുണ്ട്. അത് ട്രംപ് ഞെട്ടിയിരിക്കുകയാണ് ആ വിഷയത്തിൽ. അല്ല, അത് ലോകം മുഴുവൻ ഇപ്പൊ ചൈന, റഷ്യ അതുപോലെയുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബട്ടൺ റോഡ് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാന് വരെ ചൈന സഹായിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ച് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും സഹായകരമായിട്ടുള്ള നിലപാട് സാമ്പത്തികമായി അവരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യാതെ, ഇപ്പൊ IMFും വേൾഡ് ബാങ്കും ചൂഷണം ചെയ്യുന്നത് പോലെ ചൂഷണം ചെയ്യാതെ തന്നെ അവർക്ക് വളരാനായിട്ടുള്ള നിലനിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ചൈന ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ചൈനയും റഷ്യയും അത് ഇന്ത്യയും കൂടി ഒരുമിച്ച് പിടിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് എന്താ ഗുണം? ഇന്ത്യക്ക് ഏറ്റവും വലിയ ഗുണം എന്താ? ഇന്ന് നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും വില ലോകം മുഴുവൻ ഈ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ അത് കുറച്ചിട്ടില്ല. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ഇത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് തയ്യാറാണ്. അത് ഇറാൻ വഴിയുള്ള ഈ പ്രകൃതിവാതക പൈപ്പ് ലൈന് ശരിയായി വന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടും. അപ്പൊ ഈ ഇത്രയും കൂടിയ വിലയ്ക്ക് ലോകത്ത് പെട്രോളിയം മേഖല പെട്രോള് മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് വിറ്റുകൊണ്ടിരുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയും കൂടി അത് മേടിക്കാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഈ അമേരിക്കൻ സാമ്രാജ്യം ഇപ്പൊ തന്നെ തകർന്നിരിക്കുകയാണ്. അത് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അമേരിക്കൻ സാമ്രാജ്യത്തിന് ഉണ്ടാകും എന്ന് മനസ്സിലായി. അപ്പൊ ഇന്ത്യയുടെ മാർക്കറ്റ് നഷ്ടപ്പെടുന്നതിന്റെ ഭ്രാന്താണ് ഈ ട്രംപ് ഈ പറഞ്ഞ വൈറ്റ് ഹൗസിന്റെ മുകളിൽ നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളെ ചതിച്ച് നമ്മുടെ ഇവിടേക്ക് കൂടുതൽ വ്യാപാരം, അതിനൊന്നും പ്രധാനമന്ത്രി ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നോ? എന്തായിരുന്നു ആ എഗ്രിമെന്റ്? അതുമായി മുന്നോട്ട് പോകുമോ? അപ്പൊ ഇപ്പൊ എന്താ ചെയ്തത് ട്രംപ് ചെയ്തത് 50% തീരുവ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, സ്പൈസസിന്, അതുപോലെ മത്സ്യമേഖലയിലും ഒക്കെ ഉൾപ്പെടുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മത്സ്യമേഖലയും ഇവിടുത്തെ ഈ സ്പൈസസ് മേഖലയും വലിയ തകർച്ച നേരിടും. പക്ഷേ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയാത്ത എന്താ? ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അതേ തീരുവ ഉൾപ്പെടുത്താനായിട്ട് ഉയർത്താൻ നമ്മളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി കൊടുത്തതാണ് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി. അത് വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചാൽ ട്രംപ് ഇതിനേക്കാൾ കൂടുതൽ ഭ്രാന്തമായ രീതിയിൽ എന്ത് ചെയ്യും? വൈറ്റ് ഹൗസിന്റെ മുകളിൽ കൂടെ ഓടേണ്ട ഗതികേട് ട്രംപിന് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.